ശപിക്കപ്പെട്ട സിനിമ, കേഴ്സ്ഡ് മൂവി എന്ന് പറയില്ല. അതായത് ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് നെഗറ്റീവ് ന്യൂസുകൾ മാത്രം പുറത്തു വരുന്നുള്ളൂ. ഗോഡ് ഫാദർ ഒക്കെ ഡയറക്ട് ചെയ്ത ഫ്രാൻസിസ് ഫോർഡ് കപ്പോള എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുള്ള മെഗലോപോളിസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ കാര്യമാണിത്. ആദ്യത്തെ പ്രശ്നം, സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വലിയ ഹോളിവുഡ് സ്റ്റുഡിയോസ് ഒന്നും കിട്ടാതെ ഇദ്ദേഹം തന്നെ $120 മില്യൺ കയ്യിൽ നിന്ന് എടുക്കുകയായിരുന്നു. അതിന് അദ്ദേഹത്തിന്റെ ഫാമിലി ബിസിനസ് വിൽക്കേണ്ടി വന്നു. പിന്നെ അവസാനം ഇദ്ദേഹം സെക്ഷൽ അബ്യൂസ് ചെയ്തു സെറ്റിൽ വെച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കടന്ന് അവസാനം ലയൺസ് ഗേറ്റ് റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവർ ആറ്റുനോറ്റൊരു ട്രെയിലർ റിലീസ് ചെയ്തതാണ്. അതിലാണെങ്കിൽ ഇവരൊരു വ്യത്യസ്തമായ ഒരു ക്യാമ്പയിൻ ആണ് ഇവർ ഉദ്ദേശിച്ചത്. അതായത് ഇതേ ഡയറക്ടറിന്റെ പഴയ സിനിമകളുടെയൊക്കെ ഈ നെഗറ്റീവ് റിവ്യൂസ് ഇങ്ങനെ കാണിച്ചിട്ട് അതൊന്നും വിശ്വസിക്കരുത് എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ പണി വളരെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ട്രെയിലറിൽ കാണിച്ച നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഫേക്ക് ആയിരുന്നു. ഇവർ AI ജനറേറ്റ് ചെയ്ത് എടുത്ത ഇമേജസും റിവ്യൂസ് ഒക്കെയാണ് ഇവരിങ്ങനെ ട്രെയിലറിൽ കാണിച്ചത്. ഈ കാലത്ത് ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ തപ്പി കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ചുമ്മാ ലെറ്റർ ബോക്സിൽ കയറി നോക്കിയാൽ മതി. എന്നിട്ടും ഇവർ ഈ ഫേക്ക് ആയിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ എന്തിനാ ഇടുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ലയൺസ് ഗേറ്റ് അവസാനം വന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. ആകെ ഒരു മാനക്കേടായിരിക്കുകയാണ്.